السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മലബാറിൻ്റെ ഹൈത്തമി കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ മഹാനുഭാവനെ കുറിച്ചാണ്. മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങലിനടുത്ത് കൈപ്പറ്റ എന്ന സ്ഥലത്ത് അധികാരിയും കേളിക്കേട്ട പ്രമാണിയുമായ ഇമ്മിണിക്കടവത്ത് അബ്ദുറഹ്മാൻ കുട്ടിയുടെ മകനായി ക്രിസ്താബ്ദം 1898 അഥവാ ഹിജ്റ 1317 അവരുടെ ജനനം. പ്രാഥമിക പഠനം നാട്ടിലെ ഓത്തുപള്ളിയിൽ വെച്ച് തന്നെ വേങ്ങരക്കടുത്ത കുറ്റാളൂർ ഗവൺമെൻറ് സ്കൂളിൽ വെച്ചായിരുന്നു ഭൗതിക പഠനം. പിതാവിൻ്റെ താല്പര്യങ്ങളോട് സ്നേഹപൂർവ്വം യോജിച്ച് മതപഠന കേന്ദ്രമായ വായക്കാട് ദാറുൽ ഉലൂമിൽ പഠിക്കാൻ പോയി. ഓരോ വിജ്ഞാന വിഷയങ്ങളും അക്കാലത്ത് അതിനിപുണരായ ഉസ്താദുമാരിൽ നിന്ന് തന്നെ ഓതി പഠിക്കുകയായിരുന്നു അവിടുത്തെ ശൈലി. ബഹുമാനപ്പെട്ട ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഖദ്ദസല്ലാഹു സിർറഹു, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നിവരുടെ ശിഷ്യന്മാരായ ഉപ്പുങ്ങൽ ബാപ്പുട്ടി മുസ്ലിയാർ, അവരിൽ നിന്നും അതുപോലെ തിരൂരങ്ങാട് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, കരിമ്പനക്കൽ മുഹമ്മദ് മുസ്ലിയാർ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, കൈപ്പറ്റ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹും, അതുപോലെ മദ്രാസിൽ വെച്ച് മദ്രസത്തുൽ ജമാലിയയിൽ ചെറുശോല അബ്ദുൽ സയ്യിദ് അലവിക്കോയ തങ്ങൾ, ഷെയ്ഖ് അഹമ്മദ് മുസ്ലിയാർ മറ്റത്തൂർ, ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ചെറുശോല ഖദ്ദസല്ലാഹു സിർറഹും അവരിൽ നിന്നെല്ലാം പഠിച്ചു. ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, താജുൽ ഉലമ സദഖത്തുള്ള ഉസ്താദ് എന്നിവരെല്ലാം അവിടുത്തെ സതീർത്ഥരാണ്. അവരുടെ ഒരു പ്രത്യേകത തികഞ്ഞ സൂക്ഷ്മതയും എല്ലാ വിഷയങ്ങളിലും ആയമുള്ള ജ്ഞാനം, നിഷ്കളങ്കത, വിനയം, അതുപോലെ ഇവയോടൊപ്പം കർമ്മശാസ്ത്രത്തിൻ്റെ ഉള്ളറകളിൽ ഇറങ്ങിച്ചേരാനുള്ള കഴിവ്. മലബാറിൻ്റെ ഹൈത്തമി എന്ന വിശേഷണത്തിന് അവിടുന്ന് തീർത്തും അർഹൻ തന്നെയായിരുന്നു എന്ന് നമുക്ക് ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധ്യമാണ്. പഠനം പൂർത്തിയാക്കി വീട്ടുകാരുടെ നിർബന്ധത്തിന് ഊരകം മുഹമ്മദ് ഹാജിയുടെ മകളെ വിവാഹം ചെയ്തു. അതിലൊരു കുഞ്ഞു പിറക്കുകയും ചെയ്തു. പിതാവിൻ്റെ നാമമായ അബ്ദുറഹ്മാൻ എന്ന് പേരിടുകയും ചെയ്തു. വൈകാതെ ഭാര്യ വിട പറഞ്ഞു. മറ്റൊരു വിവാഹത്തിന് വീട്ടുകാർ നിർബന്ധിപ്പിച്ചെങ്കിലും അത് ചെവി കൊടുക്കാതെ ഗ്രന്ഥപാരായണവും രചനയും ദർസും മാത്രമായി അവിടുത്തെ ചിന്ത. ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാർ പാണക്കാട് സയ്യിദ് അബ്ദുൽ ഖഹാർ തങ്ങൾ, വാളക്കുളം അബ്ദുൽ ബാരി ബീരാൻകുട്ടി മുസ്ലിയാർ, റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, NK അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ചെറുശോല ബീരാൻകുട്ടി മുസ്ലിയാർ, ഇവരെല്ലാം അവിടുത്തെ പ്രധാന ശിഷ്യന്മാരാണ്. അവിടുത്തെ രചനകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പള്ളുദർസുകളിലും മറ്റു ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും സ്ഥിരമായി ഓതി വരുന്ന സുപ്രധാന ഗ്രന്ഥങ്ങളായ ബുഖാരി, തഫ്സീർ ബൈളാവി, തഫ്സീർ ജലാലൈനി, ശറഹുൽ അഖായിദി, റിസാലത്തുൽ ഖുശൈരി, മഹല്ലി, ജമുൽ ജവാമി തുടങ്ങിയ എല്ലാ വിഷയങ്ങൾക്കും അനുബന്ധ കുറിപ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇമാം നവവി റളിയല്ലാഹുവിൻ്റെ അൽ-മിൻഹാജിൻ്റെയും അതിൻ്റെ വ്യാഖ്യാനമായ ഇമാം മഹല്ലി റളിയല്ലാഹുവിൻ്റെ കൻസുർ റാഹിബിൻ്റെയും സാങ്കേതിക പ്രയോഗങ്ങളെ ഷാഫി മദ്ഹബിലെ ഇമാമുകളെയും കുറിച്ചെല്ലാം അവിടുന്ന് ഒരു കിതാബ് തയ്യാറാക്കിയിട്ടുണ്ട്, റിസാലത്തു തംബീഹ്. ഇത് വിദേശ പ്രസാധകർ പോലും ഒരുപാട് പ്രാവശ്യം പുറത്തിറക്കിയിട്ടുണ്ട്.
അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ മഹാനവറുകൾ എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ശിഷ്യനായ വാളക്കുറമ്പ് ഇടയൻകുട്ടി മുസ്ലിയാർ അവർ തന്നെ ഒരു രചന ഉണ്ടാക്കിയിട്ടുണ്ട്. അവറുകൾ 1988 ഫെബ്രുവരി 5 വെള്ളിയാഴ്ച ഉച്ചസമയത്ത് അവിടുന്ന് വിട പറഞ്ഞത്. കൈപ്പറ്റ ഉമ്മിണിക്കടവ് പള്ളിയുടെ ചാരയാണ് മഹാനുഭാവൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.